മനെ സാബുവേ ദീപുവേ തിരിഞ്ഞുപോയി. നിന്റെയൊക്കെ തലയില്ലയോ? അല്ല, പേര് തിരിഞ്ഞു പോയത്. മോനെ മക്കളെ, ഓ എടാ അച്ഛൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞങ്ങ് ഇരിക്കുവാ. ഓടേ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ഇതുവരെ ഞാനൊന്നും കണ്ടിട്ടില്ല. അതല്ലെന്ന്, പിന്നെ നിന്റെയൊക്കെ അമ്മമാരുള്ളപ്പോഴേ അച്ഛൻ കെട്ടിപ്പിടിച്ചതാ. കെട്ടിപ്പിടിച്ച അല്ല, വെട്ടിപ്പിടിച്ചെടുത്ത സ്വത്തുകളായതൊക്കെ. അതുകൊണ്ട് അപ്പൻ ഇതും കൊണ്ട് എങ്ങും പോകുന്നില്ല. എടാ മക്കൾ, നിനക്ക് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് അറിയാമോ? നിനക്ക് വല്ല അറിയാടാ? എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. എടോ, ഭയങ്കര സ്വത്തുക്കളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ. ഇദ്ദേഹം മരിച്ചപ്പോ ഉണ്ടല്ലോ, ശവമഞ്ചലെ കൊണ്ടുപോയ എങ്ങനെയാണെന്നറിയാം? ശവം ഇങ്ങനെ ഇട്ടൊരു കൈ ഇങ്ങനെ വെച്ചോണ്ടാവോ എല്ലാരും കണ്ടോട്ടെന്നും പറഞ്ഞു. എന്തിനാന്നറിയാമോ? ഉൾക്കൈ ഷട്ടിൽ ബട്ടൺ ഷൂട്ട് കാണിക്കാൻ പറ്റില്ല. എടാ അതല്ലെന്ന്. എടാ, ഞാൻ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ. അതുപോലെ ഞാനും ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്വത്തുക്കളൊക്കെ അങ്ങ് ഭാഗം വെക്കാൻ തീരുമാനിച്ചു. അച്ഛാ, അച്ഛന്റെ മോൻ ഒരിക്കലും അച്ഛന്റെ സ്വത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. അച്ഛാ, അച്ഛന്റെ സ്നേഹം മാത്രമേ ഈ മോൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് അച്ഛന്റെ സ്വത്ത് തരില്ല. അച്ഛാ, സ്വത്ത് തരില്ല. എടാ മോനെ, നീ നടക്കടാ. നിനക്ക് അഭിനയിക്കാൻ ഞാൻ അവസരം തരാം. തരാം. അച്ഛാ, അവൻ ചിലപ്പോ അഭിനയിക്കുമായിരിക്കും. പക്ഷെ അച്ഛന്റെ ഈ മോൻ അങ്ങനെയല്ല. അച്ഛനറിയാവോ, ഈ പെഴുമഴയത്തും റോഡ് ക്രോസ് ചെയ്ത് കടയിൽ പോയി മുദ്രപത്രം മേടിച്ചോണ്ട് അച്ഛനറിയാതെ ഇവിടെ വന്നപ്പോ പോലും സ്വത്തിന്റെ കാര്യം എന്റെ മനസ്സിൽ പോലും ഇല്ല. എന്റെ അച്ഛനാണ് സത്യം. അച്ഛാ